ഞങ്ങൾ വീട്ടിൽ കുറച്ച് വെണ്ടക്ക കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പാകമായ വെണ്ട നോക്കി പറിച്ചെടുക്കുകയാണ്. അധിക പേർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു വെജിറ്റബിൾ ആണ് വെണ്ടക്ക. ലേഡീസ് ഫിംഗർ, ഓക്ര, ഭിന്തി എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം വെണ്ട ധാരാളം പോഷക ഗുണങ്ങൾ നൽകുന്ന ന്യൂട്രിയന്റ് പവർ ഹൗസ് ആണ്. ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്ന വെണ്ട ദഹനത്തിന് വളരെ നല്ലതാണ്. വെണ്ടക്ക കൊണ്ട് പലതരത്തിലുള്ള കറികൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. വെണ്ടക്ക തോരൻ, വെണ്ടക്ക കിച്ചടി, വെണ്ടക്ക പച്ചടി, വെണ്ടക്ക ഉപ്പേരി, വെണ്ടക്ക മെഴുക്കുപുരട്ടി, വെണ്ടക്ക അച്ചാറ്, വെണ്ടക്ക സാമ്പാർ, അങ്ങനെ പോകുന്നു. വെണ്ടക്ക ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന വിഭവങ്ങളുടെ നീണ്ട നിര അങ്ങനെ നീളുന്നു. ഏത് തരത്തിലായാലും വെണ്ടക്ക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാലുള്ള ഗുണങ്ങൾ ഏറെയാണ്. അപ്പോൾ ഞങ്ങളുടെ വെണ്ടക്ക വിളവെടുപ്പൊക്കെ കണ്ടല്ലോ. ഇപ്പോൾ പറിച്ചെടുക്കുന്ന ഈ വെണ്ടക്ക ഉപയോഗിച്ച് ഞങ്ങൾ ഇന്നൊരു വെണ്ടക്ക സാമ്പാറാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ആ വെണ്ടക്ക സാമ്പാറിൻ്റെ റെസിപ്പി കൂടി കാണാം. തേങ്ങ വറുത്തരച്ച സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യം തന്നെ തേങ്ങ വറുത്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണയിൽ ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കാം. സാമ്പാർ പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പരിപ്പ് മാത്രമാണ് ആദ്യം വേവിച്ചെടുക്കുന്നത്. പരിപ്പ് വേവിക്കാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് കുക്കർ ക്ലോസ് ചെയ്ത് ഒരു വിസിൽ വരുന്നത് വരെ വെക്കാം. തേങ്ങ നന്നായിട്ട് ഇപ്പോൾ വറുത്തെടുത്തു. ഇനി ഇത് നന്നായിട്ട് തണിഞ്ഞ ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. തേങ്ങ അരച്ചെടുക്കാൻ വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാം. സാമ്പാർ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് വലിയ ഉള്ളി ഒരെണ്ണം, 2 നല്ല പഴുത്ത തക്കാളി, ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ്, കുറച്ച് കഷ്ണം മുരിങ്ങാക്കായ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി വെന്ത് കിട്ടാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് കുക്കർ ക്ലോസ് ചെയ്യാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വെക്കാം. ഈ സമയം കൊണ്ട് വറുത്ത തേങ്ങ നന്നായി അരച്ചെടുക്കാം. സാമ്പാർ പുളി കുറച്ച് സമയം സോക്ക് ചെയ്ത് വെച്ച ശേഷം അത് പിഴിഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്ന വെള്ളമാണിത്. ഇതിലേക്ക് ഉലുവ, ഉഴുന്ന്, ജീരകം, കുറച്ച് അരി ഇതെല്ലാം കൂടി വറുത്ത് പൊടിച്ച ശേഷം ഏകദേശം 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റൻറ്റ് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. വെണ്ട ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ വെണ്ടക്ക വഴറ്റുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. വെണ്ട കുറച്ചൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റാം. വെണ്ട അധികം ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം മറ്റു വെജിറ്റബിൾസിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത്. കുക്കറിലെ എയർ കംപ്ലീറ്റ് പോയ ശേഷം ഓപ്പൺ ചെയ്യാം. ഇതെല്ലാം ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. മുരിങ്ങക്കായ ഒന്നും ഉടഞ്ഞു പോയിട്ടുമില്ല. ഇനി വഴറ്റിയെടുത്ത വെണ്ടക്ക ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പുളി വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുക്കർ ക്ലോസ് ചെയ്യാതെ തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല തിളച്ച് വരുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർക്കാം. പുളിയുടെ കൂടെ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന ജീരകത്തിൻ്റെയും കായത്തിൻ്റെയും ഉലുവയുടെയും ആ പുളിയുടെയും ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ആവണം. നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി. ഇനി നമുക്ക് കടുക് വറുത്തിടാം. ഒരു പാൻ ചൂടാക്കാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ കടുക് ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നു. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സാമ്പാറിലേക്ക് ഒഴിക്കാം. മിക്സ് ചെയ്ത് യോജിപ്പിക്കാം.